നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും നന്ദി. നമ്മളിന്നൊരു പുതിയ ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ചാനലിൽ കുറേ പേര് കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം. ഓക്കെ, നമ്മളിന്ന് നമ്മളൊരു ഇതിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നമ്മളൊരു 10 എണ്ണം വെച്ചിട്ട് നമ്മൾ ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായി കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് മാറിയിട്ടുണ്ട്, അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ലാത്ത അപ്പോയിന്റ്മെന്റ്സ് ഞാനിവിടെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡിന് കുറച്ചൊരു വിഷയമുണ്ട്, നമുക്ക് അടുത്ത ദിവസത്തേക്ക് ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉള്ളത് നമ്മളത് റെക്ടിഫൈ ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെൻട്രൽ ഗവൺമെന്റിന്റെ മെയിൻ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിലെ മെയിൻ സ്ട്രക്ചറിൽ ഓർമ്മ വരുന്നത്, നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ മലയാളത്തിൽ ചെയ്യാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതി. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദി മുർമുവാണ്. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി. അപ്പോൾ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഒരു രാഷ്ട്രപതി ആരാണെന്ന് ഒരിക്കലും PSC അല്ലെങ്കിൽ ഒരു എക്സാംസിനോ ഡയറക്റ്റ് ആയിട്ട് രാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കാറില്ല. അപ്പോൾ എന്താണ് ചോദിക്കാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രാമത്തെ രാഷ്ട്രപതിയാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നായിരിക്കും ചോദിക്കാൻ സാധ്യത. എത്രാമത്തെ രാഷ്ട്രപതിയാണ് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഇത് കമന്റ് ചെയ്തേക്കൂ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അതായത് ദ്രൗപദി മുർമുജി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. പറ്റുവാണെങ്കിൽ ഞാൻ ഇവരുടെയൊക്കെ ഈ ഡിഗ്നിറ്ററീസിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ ക്ലാസിന്റെ അവസാനം അറ്റാച്ച് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ജഗദീപ് ധൻഖറാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ അതൊരു തിങ്ക് ടാങ്ക്, പോളിസി രൂപീകരണം, അങ്ങനെയൊക്കെയാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ. അത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണെന്ന്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. അപ്പം നീതി ആയോഗിന്റെ CEO ആരാണെന്നും വൈസ് ചെയർമാൻ ആരാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കോമ്പറ്റീവ്. അപ്പം നീതി ആയോഗിന്റെ CEO ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CEOക്ക് ഞാൻ കോഡ് പറഞ്ഞുതരാം. CEO എന്നൊക്കെ പറയുന്നത്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ ഈ CEOക്ക് നമ്മൾ BVR എന്നൊക്കെ പഠിച്ചേക്കാം. CEOക്ക് എങ്ങനെയാണ്? BVR എന്നൊക്കെ പഠിച്ചേക്കാം. അപ്പോൾ CEO, നീതി ആയോഗിന്റെ CEO BVR. അതാരാണ്? BVR സുബ്രഹ്മണ്യനാണ്. നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യൻ. ഇനി അടുത്തത് വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ഇത് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിൽ ചോദിക്കുന്നതാണ്. കാരണം ആൾക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും, ആരാണ് CEO, ആരാണ് വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ ഈ രണ്ട് പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് ചോദിക്കാറ്. പിന്നെ ആദ്യത്തേക്കാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറിയാം. ആദ്യം ഫസ്റ്റ് ആരായിരുന്നു, അപ്പം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പേര് പറയുന്ന പോലെ തന്നെ, അതിന്റെ ഫുൾ ഫോം പറയുന്ന പോലെ തന്നെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അക്കൗണ്ട്സ് ഉണ്ട്, 2-3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് ഇന്ത്യക്ക്. ആ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നോക്കുക. അത് കേന്ദ്ര ഗവൺമെന്റിലുണ്ടാവും, കുറച്ച് സംസ്ഥാന ഗവൺമെന്റിലൊക്കെ ഉണ്ടാവും. CAG കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ആ ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് CAG. അത് ഇപ്പോഴത്തെ സഞ്ജീവ് മൂർത്തിയാണ്. സഞ്ജീവ് മൂർത്തി. നേരത്തെ കുറച്ച് പേർക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവും. നേരത്തെ അപ്പോയിന്റ്മെന്റ് ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമായിരുന്നു. നമ്മുടെ രാഷ്ട്രപതിയായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു ഗിരീഷ് ചന്ദ്ര മുർമു, അതായത് ദ്രൗപദി മുർമുവായിട്ട് കണക്ഷൻ. ഇപ്പോഴത്തെ ആൾ മാറി സഞ്ജീവ് മൂർത്തിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് V. രാമസുബ്രഹ്മണ്യൻ. ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ? ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V. രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? V. രാമസുബ്രഹ്മണ്യൻ. പിന്നെ ഇതിൻ്റെ എഴുതാത്തൊരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മൾ കണക്ട് ചെയ്ത് പറയേണ്ടത്. ഇപ്പോഴത്തെ കേന്ദ്ര നമ്മളിപ്പോൾ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സമരിയാണ്. ആരാണ്? ഹീരലാൽ സമരിയ. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇപ്പോഴത്തെ വുമൻസ് കമ്മീഷൻ ചെയർമാൻ, അതായത് വുമൻസ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വനിതാ കമ്മീഷനാണ്. വനിതാ കമ്മീഷന്റെ കേന്ദ്രത്തിൽ ആരാണ് നമ്മൾ നോക്കുന്നത്? വിജയ കിഷോർ രഹത്ത. ഇച്ചിരി ടൈറ്റിലുള്ള പേരാണ്. അപ്പോൾ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം പറഞ്ഞും പഠിക്കുക, ഒന്ന് എഴുതി പഠിക്കുക. ആരാണ്? വുമൻസ് കമ്മീഷൻ ചെയർമാൻ, വനിതാ കമ്മീഷൻ കേന്ദ്രത്തിലെ ചെയർമാനാണ് വിജയ കിഷോർ രഹത്തേക്കർ. അത് നമ്മൾ പിന്നെ പറഞ്ഞു പഠിച്ചോളൂ, നമ്മൾ മനസ്സിൽ നിന്നോളൂ.
പിന്നെ ഇവർ പറഞ്ഞു പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്താണ് UPSC ചെയർമാൻ. അതായത് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിൻ്റെ ചെയർമാനാണ് പ്രീതി സുധൻ. ആരാണ്? പ്രീതി സുധൻ. അടുത്തത് സെബി ചെയർമാൻ. സെബിയുടെ ചെയർമാനാണ് മാധവി പുരി ബച്ച്. നമ്മൾ വാർത്തയിലേക്ക് കാണാറുണ്ട് സെബിന്റെ മാധവി പുരി ബച്ചാണ്. ആരാണ്? മാധവി പുരി ബച്ച്. ഇനി നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ കാര്യമാണ്, വിദേശകാര്യ കേന്ദ്രമന്ത്രി ആരാണ്? നമ്മൾ ഇവിടെ കാണാറുള്ളത് സുബ്രഹ്മണ്യ ജയശങ്കർ. ഒരു അത്യാവശ്യം നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ്. നമ്മൾ എപ്പോഴും ഇതിലൊക്കെ അറിയാവുന്നത് വിദേശകാര്യങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, നമുക്കറിയാലോ. അപ്പോൾ പുള്ളിയാണ് വിദേശകാര്യമന്ത്രി. ഇനി വിദേശകാര്യത്തിന്റെ വേറെ ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് RBI ഗവർണർ. ഇത് നിങ്ങൾ എന്തായാലും ഓർത്തു. RBI ഗവർണറിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. അതുപോലെ വേറെ എക്സാംസ്, അതായത് PSC തന്നെ 10th ലെവല്, +2 ഡിഗ്രി എക്സാംസിന്, അതുപോലെ വേറെ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഇപ്പോഴത്തെ RBI ഗവർണർ. നേരത്തെ 25ാമത്തെ RBI ഗവർണറായിരുന്നു. ഇപ്പോൾ അത് എത്രാമതായിരുന്നു? മനസ്സിലായല്ലോ. 26ാമത്തെ RBI ഗവർണറാണ്. നേരത്തെ 25ാമത്തെ ആയിരുന്നു, ഇപ്പൊ 26ാമത്തെ ആയിരുന്നു. നേരത്തെ ശക്തികാന്ത് ദാസ് ആയിരുന്നു RBI ഗവർണർ. ഇപ്പൊ ആരാണെന്ന് നോക്കൂ, സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBI ഗവർണർ. ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBI ഗവർണർ. ഒന്നുകൂടെ പറഞ്ഞാൽ സഞ്ജയ് മൽഹോത്ര. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 10 കേന്ദ്ര നിയമനങ്ങൾ, 10 കൂടുതലുണ്ട്, 10 കൂടുതൽ കേന്ദ്ര നിയമനങ്ങളാണ് നോക്കിയത്. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല, ഇനിയുള്ള കേന്ദ്ര നിയമനങ്ങൾ. അപ്പോൾ ആ നിയമനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ അതിനോട് കമ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു വിഷയമായിരിക്കും ചെയ്യുന്നത്. അത് നമ്മൾ ഈ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളായിരിക്കും ചെയ്യുന്നത്. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കുറേ ഉണ്ടല്ലോ, അത് ചോദിക്കാറുണ്ട്. ഒരു 10-40 ഗവേഷണ സ്ഥാപനങ്ങളുണ്ടാവും, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. അത് നമുക്കൊരു 2 വീഡിയോ ആയിട്ട് ചെയ്ത് തീർക്കാം. നിങ്ങളത് കാണണം. നമ്മൾ നേരത്തെ നമ്മൾ സംഘടനകൾ നോക്കിയാറുണ്ട്, അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, ആൾക്കാർ കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് 2 പറഞ്ഞ് നമുക്ക് നിർത്താം. ഇപ്പം ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് അമ്പലയിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ചുണ്ടേ. ഈ കാപ്പി ഗവേഷണ കേന്ദ്രത്തിൽ നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. കാപ്പി നമ്മൾ എങ്ങനെ കുടിക്കുന്നത്? ചുണ്ട് വെച്ചിട്ട്. അപ്പോൾ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേ. പിന്നെ ഈ വാഴേൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. വാഴേൻ്റെ കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രമുണ്ട്. അതായത് കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളി. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് നമ്മളിനി അടുത്ത് വരുന്നതായിരിക്കും. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്കിനി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.